അഭ്യൂഹങ്ങൾക്ക് വിരാമമിട്ട് നിലമ്പൂരിൽ എം സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കി CPIM. പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിലായിരുന്നു നിർണായക തീരുമാനം. രാഷ്ട്രീയ പോരാട്ടത്തിന് ഇടതുമുന്നണി സജ്ജമാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും മുൻ MLAയും ആ മേഖലയിലെ ഏറ്റവും പ്രമുഖനായ പാർട്ടി നേതാവ് കൂടിയായ എം സ്വരാജ് സ്ഥാനാർത്ഥിയാവണം എന്നാണ് പാർട്ടി സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചത്. ഞങ്ങൾ ഇത് സംബന്ധിച്ച് വളരെ കൃത്യതയോടുകൂടിയാണ് ആദ്യം മുതലേ നിലപാട് സ്വീകരിച്ച് മുമ്പോട്ടേക്ക് വന്നത്. അപ്പോൾ പാർട്ടി സ്ഥാനാർത്ഥി മത്സരിക്കുക, അതും ഏറ്റവും പ്രമുഖനായ ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ തീരുമാനിച്ചത്. ഒരു പാർലമെന്റേറിയൻ എന്ന നിലയിലും പൊതുപ്രവർത്തകരെന്ന നിലയിലും കമ്മ്യൂണിസ്റ്റ് തൊഴിലാളികളുടെ പ്രസ്ഥാനത്തിൻ്റെ പ്രിയപ്പെട്ട നേതാവെന്ന നിലയിലും ഉയർന്നു വന്ന് ഇന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന സഖാവ് സ്വരാജ് ഈ രാഷ്ട്രീയ പോരാട്ടത്തിൻ്റെ മുമ്പിൽ നിർത്തി പോരാട്ടം നയിക്കണം എന്ന് തന്നെയാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത്. ഷീത്ത് വിവരങ്ങളുമായി നിലമ്പൂരിൽ നിന്ന് ചേരുന്നുണ്ട്. ഒപ്പം തന്നെ B ദിലീപ് കുമാർ ന്യൂസ് ഡെസ്കിൽ നിന്നും, ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങളുമായി ചേരും. ആദ്യം ഷീത്തിലേക്കാണ്. ഷീത്ത്, നിലമ്പൂരിൽ ഒരു രാഷ്ട്രീയ പോരാട്ടമാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് എം സ്വരാജിനെ തന്നെ കളത്തിലേക്ക് ഇറക്കിയിരിക്കുകയാണ് CPIM. ഒരു പൊളിറ്റിക്കൽ ഫൈറ്റാണ് നടക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം നേതൃത്വം വിശദീകരിക്കുന്നുണ്ട് MV ഗോവിന്ദന്റെ അടക്കം പ്രതികരണത്തിൽ നിന്ന്. ഈ ഘട്ടത്തിൽ എം സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വം നിലമ്പൂരിലേക്ക് ഈ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കിടയിൽ എം സ്വരാജിനെ ഇറക്കിയ CPIM തീരുമാനം അതിനെ എങ്ങനെയാണ് കാണേണ്ടത്, വിലയിരുത്തേണ്ടത്? ഷീത്ത്, റീജിത്ത്, CPIMന് ശക്തമായ സംഘടനാ സംവിധാനമുള്ള ഒരു മണ്ഡലമാണ് നിലമ്പൂർ നിയോജക മണ്ഡലം. അങ്ങനെ സംഘടനാ സംവിധാനം സുശക്തമായ ഒരു മണ്ഡലത്തിൽ ഇതിന് ഒരു സ്വതന്ത്ര പരീക്ഷണം നടത്തണമെന്ന ചോദ്യമാണ് പാർട്ടിയുടെ മണ്ഡലം തലത്തിൽ നിന്നും മറ്റ് ചുമതലക്കാരായി എത്തിയ സംസ്ഥാന നേതാക്കളിൽ നിന്നുമൊക്കെ പാർട്ടി നേതൃത്വത്തിന് നേരെ ഉണ്ടായത്. അതുമാത്രമല്ല, ഇവിടെ സ്വതന്ത്ര പരീക്ഷണം നടത്തി PV അൻവറിലൂടെ പാളുകയും ചെയ്തു. അദ്ദേഹം 9 കൊല്ലക്കാലം MLA ആയിരുന്നെങ്കിലും പിന്നീട് പാർട്ടിയെയും മുന്നണിയെയും ഉപേക്ഷിച്ച് അദ്ദേഹം മറുപക്ഷത്തേക്ക് പോകുന്നു എന്നതാണ് നേതാക്കൾ ചൂണ്ടിക്കാണിച്ച കാര്യം. അപ്പോൾ ഈ സാഹചര്യങ്ങൾ പരിഗണിക്കുമ്പോൾ സുശക്തമായ സംഘടനാ സംവിധാനമുള്ള നിലമ്പൂർ മണ്ഡലത്തിൽ പാർട്ടി സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുന്നതായിരിക്കും ഉചിതമെന്ന നിർദ്ദേശമാണ് എല്ലാ തലത്തിൽ നിന്നും ഉയർന്നത്. മാത്രമല്ല, സംസ്ഥാന കമ്മിറ്റിയുടെ അംഗങ്ങളായ ആളുകൾ, ഇവിടെ ചുമതലക്കാരായെത്തിയ ആളുകൾ അവിടെ എം സ്വരാജിനെ പോലെ ഒരാളെ മത്സരിപ്പിക്കുന്നതായിരിക്കും നല്ലതെന്ന കാര്യവും ആവർത്തിച്ച് ചൂണ്ടിക്കാണിച്ചു. എന്നാൽ സ്വരാജിന് ഒരു ഘട്ടത്തിലും മത്സരിക്കാൻ താല്പര്യമില്ലായിരുന്നു. നിലമ്പൂരിൽ നിന്നല്ല, ഒരിടത്തും അദ്ദേഹത്തിന് പാർലമെന്ററി രംഗത്ത് മത്സരിക്കുന്നതിനോട് താല്പര്യമില്ല എന്നൊരു നിലപാടായിരുന്നു സ്വരാജ് സ്വീകരിച്ചത്. എന്നാൽ പാർട്ടി നേതൃത്വത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള ആളുകളുടെ ശക്തമായ ഒരു ഇടപെടലിനെ തുടർന്നാണ് സ്വരാജ് സ്ഥാനാർത്ഥിത്വം ഏറ്റെടുത്തത്. സ്വരാജിന്റെ ജന്മദേശമാണ് നിലമ്പൂർ. നിലമ്പൂരിലെ പോത്തുകൾ സ്വദേശിയാണ് സ്വരാജ്. ഇപ്പോൾ നിലമ്പൂർ ടൗണിലാണ് അദ്ദേഹത്തിന്റെ കുടുംബവും താമസിക്കുന്നത്. അത് അങ്ങനെ നിലമ്പൂരിന്റെ ജനങ്ങളെയും നിലമ്പൂരിലെ നാടിനെയും നന്നായി അറിയുന്ന ഒരാൾ എന്ന നിലയ്ക്കുള്ള ഒരു അഡ്വാൻറ്റേജ് കൂടി സ്വരാജിൽ CPIM നേതൃത്വം കാണുന്നു. അങ്ങനെയാണ് മികച്ച രാഷ്ട്രീയ പോരാട്ടത്തിന് കളമൊരുക്കിക്കൊണ്ട് സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വം ഇവിടെ സംഭവിച്ചത്. സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വത്തോടെ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിന്റെ പോരാട്ടം വാശിയേറിയ മത്സരമായി മാറുന്നു. അതുകൊണ്ട് തന്നെ UDFലും ഈ സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വം ഒരു വലിയ തോതിലുള്ള ആശങ്ക ഉണ്ടാക്കും. കാരണം പാർട്ടി CPIM LDF അത് ഒറ്റക്കെട്ടായി സ്വരാജിന് മുന്നിൽ അണിനിരക്കും. അപ്പോൾ വാശിയേറിയ ഒരു പോരാട്ടം വരുമ്പോൾ തങ്ങൾക്ക് കൂടി നല്ല കരുതലെടുക്കേണ്ടി വരുമെന്ന കാര്യം UDFനും ബോധ്യമുണ്ട്.